അടുത്ത ചോദ്യം, ഒരു പിടി ജനസേവന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, നിർധനരുടെ കണ്ണീരൊപ്പൽ, IRW പോലെയുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തിട്ടും എല്ലാവരും ഇപ്പോഴും ജമാഅത്തിനെ മതരാഷ്ട്രീയക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ കാരണമെന്താണ്? അതിൽ രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നുവെങ്കിൽ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് പ്രസക്തി ഇല്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കൊണ്ട് എന്താ പണി? ഒരു സമൂഹത്തിൽ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം എന്താണ്? ആ സമൂഹം അംഗീകരിക്കാത്ത പലതും പറയാനും പ്രബോധനം ചെയ്യാനും പ്രയോഗവൽക്കരിക്കാനുമാണ് ഒരു പ്രസ്ഥാനം. പ്രത്യേകിച്ച് ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ദൗത്യം, ഒരു പരിവർത്തന പ്രസ്ഥാനത്തിൻ്റെ ദൗത്യം അതാണ്. എല്ലാവരും പറയുന്നു ജമാഅത്തെ ഇസ്ലാമി നല്ല പ്രസ്ഥാനമാണ് എങ്കിൽ ഈ പ്രസ്ഥാനത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, അതിൻ്റെ തന്നെ മറുവശമാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നു എന്ന ചോദ്യത്തിലെ പ്രസ്താവനയും വസ്തുതാവിരുദ്ധമാണ്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര പ്രസ്ഥാനമാണ്, ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര അപകടം പിടിച്ച പ്രസ്ഥാനമാണെന്ന് എല്ലാവരും പറയുന്നില്ല. അങ്ങനെ പറയുന്നവരുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നല്ല പ്രസ്ഥാനമാണെന്ന് പറയുന്നവരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയിൽ ഞങ്ങൾക്ക് യോജിക്കുന്നതും വിയോജിക്കുന്നതുമായ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ആശയപരമായി ഞങ്ങൾ പലതിലും വിയോജിക്കുമ്പോഴും കർമ്മരംഗത്തവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന് പറയുന്നവരുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ഇത്തരം ആക്രമണങ്ങൾ സത്യസന്ധമോ ശരിയോ അല്ല എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ വൈവിധ്യം പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള സമീപനവും വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും ജമാഅത്തിനെ എതിർക്കുന്നു എന്ന ആരോപണം അല്ലെങ്കിൽ എന്നൊരു പ്രസ്താവന വസ്തുതാപരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്.